MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. നമസ്കാരം. കണ്ണൂരിന്റെ മണ്ണിൽ ജനിച്ച ഒരു സാധാരണ യുവാവ്, കയ്യിൽ ചോക്ക് പിടിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത്. ആ ചോക്ക് പിടിച്ച കൈകൾ ഇന്ന് സമൂഹത്തിന്റെ ശബ്ദമായി മാറി. ഒരു ക്ലാസ് മുറിയിൽ നിന്ന് തുടങ്ങി സമൂഹവേദികളിലേക്ക് ഉയർന്നവന്റെ കഥയാണിത്. അതെ, KM ഷാജി. വേങ്ങര മണ്ഡലത്തിലെ UDF പ്രതിനിധി KM ഷാജി MTN ന്യൂസിനോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു സാർ ഒരു അധ്യാപകനായിരുന്നു എന്ന്. ആ അധ്യാപക ജീവിതത്തിൽ നിന്നും സാറ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്? അതൊരു തെറ്റായ നിരീക്ഷണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധ്യാപകനായിരുന്നില്ല, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ തന്നെ ഫാദറിൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് തോന്നുന്നത് വേറെ ഏതൊരു ധാരണയുടെ ഇതായിരിക്കാം, ഞാൻ അധ്യാപനത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. വേറെ തരത്തിൽ അധ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ ക്ലാസ് മുറികളിലൊക്കെ ക്ലാസ് എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അധ്യാപകനായിരുന്നില്ല. ഞാൻ ഒരു റിയൽ ബിസിനസ്സായിരുന്നു. 2011 വരെ ബിസിനസ്സിലായിരുന്നു. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് അതിനേക്കാൾ നേരത്തെ, എന്നുവെച്ചാൽ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ഞാൻ 21-ൽ, എന്നുവെച്ചാൽ 21ാമത്തെ വയസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റുഡൻസ് ഫീൽഡിലായിരുന്നു ഞാൻ. പിന്നെ യൂത്തിൽ വന്നു. അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത്. വേങ്ങര എന്ന് പറയുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിൻ്റെ മണ്ഡലമാണല്ലോ. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു. അത് നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അങ്ങനെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എന്നെ അലട്ടുന്നതല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ജയിക്കുന്നത് 300 ചില വോട്ടിനാണ്, വലിയ വോട്ടിനല്ല. അതുകൊണ്ടല്ല ഞാൻ പറയണത്. നമ്മൾക്ക് അവസാനത്തെ ആളുടെ വോട്ടും കിട്ടണമെന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എൻ്റെ 100% വിജയം. എന്നുവെച്ചാൽ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി സബാഹിൻ്റെ വോട്ട് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ കിട്ടുന്നവരെ പ്രവർത്തിക്കുക, അങ്ങനെ കിട്ടുന്നവരെ അവരെ കൺവിൻസ് ചെയ്യിക്കുക. ഇനി എനിക്കൊരു എതിരായിട്ടൊരു 100 വോട്ട് വീണു, കിട്ടിയ 1.5 ലക്ഷം വോട്ടിനേക്കാൾ എന്നെ വ്യാകുലപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് 100 പേര് എതിരായി എന്നുള്ളതാണ്. ഇതൊരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ അത്ര ബോധറിയണില്ല. വേങ്ങരയിൽ നമ്മുടെ വേങ്ങരയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഇതാണ് വേങ്ങരയിലെ ബ്ലോക്ക് എന്ന് പറയുന്നത്. വേങ്ങരയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റോഡ് വികസനം നടത്തുന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട്, റോഡിൻ്റെ സൈഡിലായിട്ടുള്ള കടകൾ കാര്യങ്ങൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് അവർ കടകൾ. അപ്പോൾ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നം വരും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ വ്യാപാരിക വ്യവസായികളുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ വളരെ പ്രൊഡ്യൂസ്ഡായിട്ടുള്ള നേരത്തെ ഒരു എളുപ്പമാണ്, ഇങ്ങനെ മുകളിലൂടെ പാലുണ്ടാക്കിയാൽ മതി, അതിൻ്റെ ഫണ്ടിൻ്റെ പിറകെ പോവുക. അങ്ങനെയല്ല, സയൻറ്റിഫിക്കലായിട്ട് സ്റ്റഡി ഇഷ്ടം പോലെ നിൽക്കുന്നൊരു കാലമാണിത്. അപ്പോൾ അതിൻ്റെ അതിൽ പോകുന്ന വണ്ടികൾ, അതിൻ്റെ വണ്ടികളുടെ ഡെൻസിറ്റി എല്ലാം പരിശോധിച്ച് കൃത്യമായ ഒരു ധാരണയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ബുദ്ധിമുട്ട് പരിഹരിക്കാനല്ല ട്രാഫിക് ഉണ്ടാക്കുന്നത്. പിന്നെ കടക്കാരെ ബുദ്ധിമുട്ടിച്ച് എന്താ കാര്യം? ഭയങ്കര അങ്ങാടിയിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഭയങ്കര അങ്ങാടിയിൽ കടകളുള്ളതുകൊണ്ടാണ്. കടകളില്ലാതായിപ്പോയിട്ട് ബ്ലോക്കില്ലാണ്ടായിട്ട് കാര്യമില്ലല്ലോ. രണ്ടിനെയും പരിരക്ഷിക്കാൻ കഴിയുന്ന മെത്തേഡ് എന്താണോ അത് മാത്രമേ പരീക്ഷിക്കുള്ളൂ. അതിനപ്പുറത്ത് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന പണിക്ക് എന്തായാലും നിൽക്കില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പിനോട് പൊതുവെ താല്പര്യം കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ വിചാരം ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് അതൊക്കെയാണ്. പക്ഷേ ഇതല്ല തെരഞ്ഞെടുപ്പെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും സാറിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, എനിക്ക് ഇതിലൊരു വിയോജിപ്പിക്കാര്യത്തിലുണ്ട്. എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ കുട്ടികൾ ഒട്ടും രാഷ്ട്രീയ ബോധമില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങളിപ്പോൾ വന്നിരിക്കണേ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നത്, ഇതൊക്കെ പഠിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ഇത്രയും പോലും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. യഥാർത്ഥ പ്രശ്നം കാര്യങ്ങൾ കമ്മിറ്റഡായിട്ടുള്ള രാഷ്ട്രീയ ബോധം പുതിയ തലമുറക്കില്ല. എന്നുവെച്ചാൽ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് പറയുന്നത്. അവർ നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ കണ്ടാൽ കൊള്ളാം, വോട്ട് കൊടുക്കാൻ കൊള്ളാവുന്നവനാണെന്ന് കണ്ടാൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഡൈവേർഷനാണ് പുതിയ കുട്ടികളിൽ വന്നിട്ടുള്ളത്. പുതിയ കുട്ടികൾക്ക് നല്ല ഐഡൻറ്റിറ്റി ബോധമുണ്ട്.
പുതിയ കുട്ടികൾക്ക് നല്ല വിഷണറി ഉണ്ട്, പുതിയ കുട്ടികളുണ്ട്, അവർ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് സംവദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമാണ് മാറേണ്ടത്. അല്ലാതെ കുട്ടികൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി എന്ന അഭിപ്രായം എനിക്കൊട്ടുമില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ല കാര്യപ്പെട്ടിട്ട്. പക്ഷേ നിങ്ങളുടെ സിലബസ്, നിങ്ങളുടെ കരിക്കുലം, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, അതിന് കിട്ടുന്ന മാർക്ക് ഓൾ ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ മാറി നിന്നോണ്ട് എന്താ കാര്യമുള്ളത്? മാറാനേ പാടില്ല. മാറി നിൽക്കുന്നു എന്ന നമ്മൾ പൊതുവേ പറയും. സോഷ്യൽ മീഡിയ ടി വി വന്നപ്പോൾ പറഞ്ഞു എല്ലാവരും ടി വിൻ്റെ മുമ്പിലാണ്, പുതിയ തലമുറ ടി വിയിൽ അടിമപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുതിയ തലമുറ ഫേസ്ബുക്കിൽ അടിമപ്പെട്ട് കിടക്കുന്നു, പുതിയ തലമുറ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ ഈ കാര്യത്തിൽ ഭയങ്കര പെസിമിസ്റ്റുകളാണ്. അങ്ങനെ കാര്യമല്ല. അത് ആർക്കും അടിമപ്പെടുന്നൊന്നുമില്ല. അത് എല്ലാത്തിനകത്തും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്, കറക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനങ്ങനെ ഒരു ആശങ്കാഭരിതമായിട്ട് പുതിയ തലമുറനെ കാണുന്നു വേണ്ട. പ്രതീക്ഷാ നിർഭരമാണ് പുതിയ തലമുറ, കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ഈ ജെൻസി അതുപോലെ യൂത്ത് കിഡ്സിനൊക്കെ ഇതാക്കിയോണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രചരണം നടത്തുമ്പോൾ നമ്മളെ ഈ 70s അതുപോലെ 60s ആളുകളിൽ അവരിലേക്ക് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യണത്? നമ്മൾ ഈ ഒരു PR വർക്കിലൂടെ മാത്രം ഇലക്ഷൻ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷനിലെ ഏറ്റവും തമാശയുള്ള കാര്യം എന്താ PR വർക്ക് കാണും. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കാപഢ്യമാണത്. നമുക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതാവുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണിക്കാവുന്ന നല്ല കാര്യങ്ങളില്ലാതിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കാണിക്കുന്നവരെ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് PR വർക്കിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. കോൺഫിഡൻസ് ഇല്ലായ്മയാണ് PR വർക്കിൻ്റെ അടിസ്ഥാന ഘടകം. ഇനി PR വർക്കിനെ വേറെ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് കാണാം. ഒരു ഇലക്ഷനിൽ നമ്മളുടെ ഐഡിയോളജിയെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ PR വർക്ക് അതിനെ ലഘൂകരിക്കുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. പക്ഷേ നമ്മളുടെ തലച്ചോറ് PR വർക്ക് എടുക്കുക, ഇപ്പോൾ AI വന്നിട്ട് ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ പോലെ PR വർക്ക് എടുക്കുന്നവൻ പറയാണ് ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കും, നിങ്ങൾ ഇന്ന് ഉത്തരം പറയണം, ഞാൻ ഇന്ന് വരുമ്പോൾ ഇന്ന് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയെ PR വർക്കിന് കൊടുക്കുന്ന തരം രാഷ്ട്രീയം പലപ്പോഴും ഞാനിപ്പോൾ മത്സരത്തിലൊക്കെ ഫേസ് ചെയ്യുന്നൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ഈ ചാറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റുകൾ അടിക്കുക, തിരിച്ച് അങ്ങോട്ട് നീ പറയണമെങ്കിൽ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ആരും അവിടെ ഉണ്ടാവില്ല. അതിപ്പോൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, ഇല്ല കയ്യിൽ പൈസ മാത്രം മതി. അതൊക്കെ ജീവൽ സ്പർശിയല്ലാത്ത നമ്മളുടെ ഒരു വസ്തുതകളില്ലാത്ത റിയാലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയമാണ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പരമാവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പോസ്റ്റർ, അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കമൻറ്റ്, അവിടെ നിന്ന് ഇറങ്ങുന്ന സോഷ്യൽ മീഡിയ ഇത് എല്ലാത്തിലും എൻ്റെ ടച്ച് വേണം, ഞാൻ അറിയണം, എനിക്കത് കാണണം എന്നാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇപ്പോൾ വേങ്ങരയിലെ എല്ലാ പഞ്ചായത്തിലെ ആദ്യഘട്ട പര്യടനം കഴിഞ്ഞല്ലോ. ആ സമയത്ത് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്ന പ്രതികരണം എങ്ങനെയായിരുന്നു? എനിക്ക് ഈ പ്രതികരണത്തിൽ അത്ഭുതം തോന്നിയ പുതിയ കുട്ടികളെയാണ്. യങ്സ്റ്റേഴ്സ്, ജെൻസി ഗ്രൂപ്പ്സ് ആൻഡ് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ള പ്രതികരണമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റെസ്പോൺസാണ് പുതിയ തലമുറയിലെ കുട്ടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, നേരത്തെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് ഭയങ്കര ബഹളുണ്ടാക്കി ഒരു ചോദ്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ചോദിച്ചോന്ന് പറഞ്ഞു. അവന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൻ കൺക്ലൂഷൻ അതാണ്, ഞാൻ കരുതി നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നതാണ്. അപ്പോൾ CM-നെ ട്രോളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ജനറ്റിക്കായിട്ടുള്ള തമാശകളൊക്കെ ഉള്ള നല്ല കുട്ടികളുണ്ട്, നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. കണ്ണൂരിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധം, പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയ ബോധം മലപ്പുറത്തുണ്ടെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ കൈയൊക്കെ കൊടുക്കുമല്ലോ, കൈ കൊടുക്കുമ്പോൾ കൈ അങ്ങ് പിടിച്ചമർത്തും, എന്നിട്ട് അവർ തെറി പറയും. ഞാൻ വിട്ടുകൊടുക്കാറൊന്നുമില്ല, ഞാൻ തിരിച്ച് നല്ലോണം പറയും. പക്ഷേ ഇത് അങ്ങനെ നല്ല മലപ്പുറത്തൊക്കെ വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്നു രാഷ്ട്രീയത്തെ. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. MTN News, Malayalam Television Network.